എറണാകുളം പറവൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന്. റാഫി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുത്തോ പോലീസ്? ഇപ്പോൾ കോടതി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്നുള്ള ഉത്തരവുമായി എത്തിക്കൊണ്ട് ഈ പ്രതികളുടെ മകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പറവൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ വനിതാ പോലീസിന്റെ ഒപ്പം മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്നുള്ള കോടതി ഉത്തരവുമായി എത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രതികളുടെ മകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വലിയ ഒരു സംഘർഷാവസ്ഥ തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. കാരണം 7 മണിയോട് കൂടിയാണ് ആദ്യ പോലീസ് സംഘം, അത് മഫ്തിയിലായിരുന്നു, ഇങ്ങോട്ട് എത്തിയത്. ഇത് ഇവരുടെ അഭിഭാഷകർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഈ സ്ത്രീയെ മുറിക്കകത്ത് ഏകദേശം ഒരു 3 മണിക്കൂറോളം സമയം പൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായത്. ഇതിനുശേഷം കോടതി ഉത്തരവില്ലാത്ത എത്തിയ പോലീസ് സംഘത്തെ തടയുകയായിരുന്നു. ഇതിന് പിന്നാലെ പറവൂരിൽ നിന്നുള്ള പോലീസ് സംഘം കോടതി ഉത്തരവുമായി എത്തി ഇപ്പോൾ ഈ മകളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇവരുടെ അഭിഭാഷക തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നേരെ ഇവിടെ നിന്ന് പറവൂരിലെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കാണ് ഈ പോലീസ് സംഘം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു നാടകീയ രംഗങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളോടൊപ്പം ഇവരുടെ അഭിഭാഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് പ്രൊസീജിയർ? ഇപ്പൊ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇവർ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ പ്രഷർ ചെയ്യും. ആ ഓർഡറിൽ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ ഓർഡർ എടുത്തിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എടുത്തു, കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഓർഡറുമായി എത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾ തടഞ്ഞത് എന്തിനാ? അത് ആ ഓർഡർ പോലീസ് തെറ്റിദ്ധരിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് എടുത്തിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ മകളെ കൊണ്ടുപോയിരിക്കുന്നത് ഇവരുടെ സമ്മതത്തോടെയാണോ അതോ ബലം പ്രയോഗിച്ചാണ്? ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് ഞങ്ങളെ തള്ളി മാറ്റിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഓർഡർ ഏതൊരു ജഡ്ജിനും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചെടുത്തിരിക്കുന്ന ഓർഡർ അത്. അതായത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസാണ് കസ്റ്റോഡിയൻ. അപ്പൊ പോലീസിന് കൊണ്ടുപോകണം. ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇത്ര നേരമായിട്ട് അവിടെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. ആ പ്രതിനെ ഒരു അറസ്റ്റ് മെമ്മോ കാണിച്ചിട്ടില്ല. ഒന്ന് ഞങ്ങളുടെ കയ്യിലായിരുന്നു, താക്കോല് ഞങ്ങളുടെ കയ്യിലായിരുന്നു. അവര് പറഞ്ഞത് അവരുടെ കസ്റ്റഡിയിലായിരുന്നു പ്രതി, അതുകൊണ്ട് പ്രതിയുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ തുടർ നടപടി? ഇനിയിപ്പോ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇന്ന് ഹാജരാക്കുമെന്ന് അറിയില്ല. ഹാജരാക്കുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അതിന് പ്രഷറൈസ് ചെയ്യും. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അങ്ങോട്ട് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒന്നല്ലെങ്കിൽ ഇന്നോ രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ കോടതിയിൽ അതിനുള്ള നടപടികൾ. നിലവിൽ എങ്ങോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ ദൃശ്യങ്ങൾ എറണാകുളം പറവൂരിൽ നേരത്തെ യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. അതിൽ പ്രതികളുടെ മകളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ്. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുമായി എത്തിയാണ് പോലീസ് ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രതികളുടെ മകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത് നിയമവിരുദ്ധം എന്നൊക്കെ വാദിക്കുന്നുണ്ട് അവരുടെ അഭിഭാഷകർ. നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെ അറിയിക്കുന്നുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് പറവൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.